ഒരാൾ പറഞ്ഞൊരു ഡയലോഗിൽ ജീവിതം കളയരുത്. ഒരു 10-30 പേരേ ഉള്ളൂ നമ്മളെ തളർത്താനായിട്ട് ചുറ്റും. അത് നമ്മൾ അറിയുന്ന ആൾക്കാരാണ്, അത്രേ ഉള്ളൂ. ആ 30 പേരെ കണ്ടില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് കേരളത്തിലുണ്ട് 3.5 കോടി ആൾക്കാർ, ഇന്ത്യയിലുണ്ട് 140 കോടി ആൾക്കാർ. അത് ഡെയിലി കൂടിക്കൊണ്ടിരിക്കുന്നത്, കുറയുന്നില്ല. എന്നിട്ട് നമ്മൾ കുറച്ച് ബന്ധുക്കളെ പേടിച്ചിരിക്കുക, കുറച്ച് നാട്ടുകാരെ നാടൊക്കെ ഇറങ്ങിയിട്ട് ഇതേ ഡ്രസ്സിട്ട് നാട്ടിൽ കൂടെ നടക്കുക, അടിപൊളിയായിരിക്കും. തൊലിക്കട്ടി ഉണ്ടാക്കിയ കാണ്ടാമൃഗം അച്ചീവ് ചെയ്യണം എന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് ഫാമിലി ഗ്രൂപ്പിലിട്ടോ തള്ളി കൊടുക്ക്, കാണട്ടെ, എല്ലാവരും കാണട്ടെ. എന്തൊക്കെ അച്ചീവ്മെന്റ് ഉണ്ടോ അത് ആഘോഷിക്കണം, ജീവിതം ആഘോഷിക്കണം. പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനുമില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, എനിക്കുണ്ട്. പ്രോബ്ലത്തെ കുറിച്ച് 3 കാര്യങ്ങൾ. പ്രോബ്ലം ഈസ് നോട്ട് പെർമനന്റ്. ഒരു പ്രശ്നവും സ്ഥിരമായിട്ട് നിൽക്കില്ല. 10 വയസ്സിലെ പ്രശ്നമല്ല 20 വയസ്സിൽ, 20 വയസ്സിലെ പ്രശ്നങ്ങളല്ല 30 വയസ്സിൽ, 30 വയസ്സിലെ പ്രശ്നങ്ങളെ അല്ല 40 വയസ്സിൽ. പ്രശ്നമാണെന്ന് നമ്മൾ കരുതിയ ഒരുപാട് കാര്യങ്ങൾ ആയിരുന്നില്ലല്ലോ. ഇല്ല. വിവാഹം കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഭാഷ തന്നെ മാറും. വിവാഹം കഴിഞ്ഞ തുടക്കത്തിൽ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞത് ഐ ലവ് യു എന്നാണ്, ഇപ്പൊ പറയണത് ഐ ടോൾഡ് യു എന്നാണ്. അത് മനസ്സിലാവാൻ നിങ്ങളൊന്നും കൂടി പ്രായപൂർത്തിയായി വരണം. കാരണം അത് ചേട്ടന് മനസ്സിലായി. പ്രശ്നങ്ങളൊന്നും സ്ഥിരമല്ല, പ്രശ്നങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. 2, പ്രോബ്ലം ഈസ് നോട്ട് പെർസ്യൂസീവ്. ഒരു പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എല്ലാ കുറവുകളെയും നമ്മൾ അതിൽ ആരോപിക്കും. ആ വീട്ടിൽ ജനിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആയത്, ആ ജാതിയിൽ ജനിച്ചുകൊണ്ടാണ് എനിക്ക് ഉയർച്ച ഇല്ലാതിരുന്നത്, എനിക്ക് ഈ കളർ സ്കിന്നിനായതുകൊണ്ടാണ് എനിക്ക് പ്രശ്നങ്ങളുണ്ടായത്, എൻ്റെ പല്ല് ഇങ്ങനെ ആയതുകൊണ്ടാണ് ജീവിതത്തിൽ മൊത്തം പരാജയം, എൻ്റെ കാലം അങ്ങനെ ആയതുകൊണ്ടാണ്, എൻ്റെ കണ്ണൊന്നും ചെരിഞ്ഞതുകൊണ്ടാണ്. ഇത് നമ്മൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഒരു പ്രശ്നമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിലെ മൊത്തം കാര്യങ്ങളെ അതുകൊണ്ട് ആരോപിച്ചു കൊടുക്കും. അത് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ. അല്ല, വി ആർ responsible for what we are, where we are today. We are responsible. Take a brave decision. Take it and make it right. Take a decision and make it right. First commit, then figure out. Don't try to figure out it before you commit something. First just commit. Yes, I mean, then figure out how to do it. നമ്മൾ സ്ട്രെച്ച് ചെയ്യും. ഒരു തീരുമാനം എടുക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുമ്പോൾ ഉറപ്പാണ്. എന്തായാലും ജീവിതത്തിൽ എല്ലായ്പ്പോഴും കൺഫ്യൂഷൻ. ഇവർക്കും എനിക്കും ഇവർക്കും ഇയാൾക്കും ഒക്കെ കരിയർ കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഉറപ്പാണ്. നമുക്കൊക്കെ ഉണ്ട്. ചെറുപ്പത്തിലുണ്ടായിരുന്നു, 12 വയസ്സിൽ വളരാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് രക്ഷിതാക്കൾ പറഞ്ഞു പോത്തുപോലെ വലുതായി. അന്ന് നമുക്ക് സന്തോഷമായി, പോത്താണെങ്കിലും വലുതായല്ലോ അല്ലേ. അന്ന് വൈകുന്നേരം വീട്ടിൽ ചടങ്ങ് നടക്കുന്നു, അതിൻ്റെ ഇടയിൽ ചെന്നിരുന്ന പറയും നിനക്കെന്താ വലിയൊരു ഇടയിൽ കാര്യം. അപ്പോൾ രാവിലെ വലുതായതല്ലേ നമ്മൾ. ഈ കൺഫ്യൂഷൻ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും. കരിയറിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവും, പൈലറ്റാണോ, ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവും. ഇത് മാറിക്കൊണ്ടിരിക്കാനുള്ള ഓപ്ഷൻസ് ഈ ലോകത്തുണ്ട് എന്നുള്ളതാണ്. പ്രോബ്ലം ഈസ് നോട്ട് പെർമനന്റ്, പ്രോബ്ലം ഈസ് നോട്ട് പെർസ്യൂസീവ് ആൻഡ് പ്രോബ്ലം ഈസ് നോട്ട് പേഴ്സണൽ. ഒരു പ്രോബ്ലവും പേഴ്സണൽ അല്ല. ചിലർ വിചാരിക്കും എന്താ എനിക്ക് മാത്രം സംഭവിക്കുന്നത്, ആ വാക്ക് പറയരുത്. ടെന്നീസ് കളിക്കാരുണ്ടായിരുന്നു, ആളെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിന് വിംബിൾഡൺ ചാമ്പ്യനാണ്. അദ്ദേഹം ക്യാൻസർ പിടിപെട്ടു. അപ്പോൾ അയാളോട് പത്രക്കാർ ചോദിച്ചു എന്ത് നിങ്ങൾക്ക് ഇത് പിടിപെട്ടത്? അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എനിക്ക് പിടിപെട്ടാൻ എന്താ, നോക്കൂ, ദൈവത്തിനോട് ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല എന്ത്. ലക്ഷക്കണക്കിന് പിള്ളേരാണ് ടെന്നീസ് കളിക്കുന്നത്, അതിൽ നിന്ന് ചുരുങ്ങിയ പിള്ളേരാണ് സ്റ്റേറ്റിലെത്തുന്നത്, അതിൽ നിന്നും എണ്ണിയാൽ ചുരുങ്ങുന്നതാണ് നാഷണൽ കളിക്കുന്നത്, അതിൽ നിന്നും ഒരാളാണ് ഈ വിംബിൾഡൺ, അതായത് ഇത്ര കോടി ജനങ്ങളിൽ നിന്ന് ഒരാളാണ് ഈ വിംബിൾഡൺ കളിക്കാൻ പോകുന്നത്. അത് അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും വന്ന വിംബിൾഡൺ കളിക്കാരിൽ ഞാൻ ചാമ്പ്യനായി. അന്ന് ഞാൻ ദൈവത്തിനോട് ചോദിച്ചില്ല ദൈവമേ എന്തിനെന്നെ ചാമ്പ്യനാക്കിയെന്ന് ചോദിച്ചിട്ടില്ല. എങ്കിൽ ക്യാൻസർ വിട്ട് എനിക്കിപ്പോഴും ചോദിക്കാൻ അധികാരമില്ല ദൈവമേ എന്തുകൊണ്ട് എനിക്ക് ക്യാൻസർ വന്നു. പ്രശ്നങ്ങൾ വരുമ്പോഴേ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആവും. പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ വളരുക, അല്ലേ. നിങ്ങളെ വളർത്തുന്നത് വയസ്സിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ഉറക്കമുളച്ച് ഇരുന്ന ചില രാത്രികളുണ്ട്, ചില ഇറങ്ങിപ്പോരലുകളുണ്ട്, ചില അപമാനങ്ങളുണ്ട്, ചില കളിയാക്കലുകളുണ്ട്, ചില പൈസ ഇല്ലാത്ത അവസ്ഥകളുണ്ട്, ചില വിശ്വാസ വഞ്ചനകളുണ്ട്, നമ്മളെ വഞ്ചിച്ച ചില മനുഷ്യന്മാരുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കും. ബ്രേക്കപ്പുകളുണ്ട്. ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞാലേ നിങ്ങൾ കൂടുതൽ കരുത്തണം. അങ്ങനെ നമ്മൾ രൂപപ്പെടും. അങ്ങനെ രൂപപ്പെട്ടവരാണ് നിങ്ങളുടെ അച്ഛനമ്മയൊക്കെ. അതിൻ്റെ ബലത്തിലാണ് ചില തീരുമാനങ്ങൾ അവർ നമ്മളോട് പറയുന്നത്. ഫൈറ്റ് ചെയ്യുക, ഒപ്പം നിന്ന് ഫൈറ്റ് ചെയ്യുക.